അങ്ങനെ നമ്മൾ ക്ഷമിച്ച് പുറത്തേക്ക് ഉപസർഗത്തിൽ ഇറങ്ങി വരുമ്പം നമ്മുടെ സമൂഹത്തിലുള്ള, കുടുംബത്തിലുള്ള, അയൽപക്കത്തുള്ള ആരുടെയെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ കണ്ടിട്ട് അത് നമ്മൾ ക്ഷമിക്കുകയില്ലാത്ത ഒരു മനോഭാവത്തോടെ അതേക്കുറിച്ച് ശാഠ്യമെടുത്തും കാർക്കശ്യമെടുത്തും അതൃപ്തിയെടുത്തും കുത്തുവാക്ക് പറഞ്ഞ് മുറുമുറുപ്പെടുത്തും മുഖം വെറുപ്പിച്ചും അങ്ങനെ പെരുമാറുമ്പം അതാണ് തൊണ്ടയ്ക്ക് ഞെക്കി പിടിക്കുക, കഴുത്ത് പിടിച്ച് ഞെരിക്കുക എന്നൊക്കെ പറയുന്നത്. അങ്ങനെ പെരുമാറുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരന്റെ പ്രിയപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുള്ള ഈശോയുടെ നിഷ്കർഷയെ ഒരു പൊതുശീർഷകമാക്കിക്കൊണ്ട് കർത്തൃ പ്രാർത്ഥനകളും എടുക്കുന്ന തിരുവചന വിചിന്തന പരമ്പരയുടെ 84-ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്തൃ പ്രാർത്ഥനയിലെ 7 യാചനയിൽ 5-ാമത്തെ യാചനയായ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ എന്നുള്ള ആ ഒരു യാചനയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ അവസാനം കാണുകയുണ്ടായി, വാസ്തവത്തിൽ ദൈവം ക്ഷമിക്കുകയില്ല, നമ്മൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ. മത്തായി 6:14-15 ഭാഗം ഈശോ പറയുന്നത് വായിച്ചാൽ ശരിയല്ല. കാരണം ദൈവം നിരന്തരം ക്ഷമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ദൈവത്തിൻ്റെ ക്ഷമ നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ദൈവത്തോട് മാപ്പ് ചോദിക്കണം. മാപ്പ് ചോദിക്കും. നമുക്ക് കിട്ടുന്ന ക്ഷമയുടെ അനുഭവം നമുക്ക് നിലനിൽക്കണമെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ ക്ഷമിക്കണം. ക്ഷമിക്കുന്നില്ല എങ്കിൽ വെറുപ്പ് നമ്മുടെ ഉള്ളിൽ കയറുന്നു. വെറുപ്പ് കയറുമ്പോഴേ സാത്താനും മറുവശത്ത് ഒരു അവസരം കിട്ടുകയാണ്. നമ്മൾ കാണുകയുണ്ടായി. ഇത് വളരെ ഗൗരവമുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നിരന്തരം മറ്റുള്ളവരോട് ക്ഷമിക്കാതെ പെരുമാറിയിട്ട് ഈ രീതിയിലുള്ള നഷ്ടം, ദൈവത്തിൻ്റെ ക്ഷമ നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ കൈമോശം വരുന്ന വലിയ ദുരന്തത്തിന്റെ സാധ്യതയുണ്ട്. കൊരിന്ത്യസിലെ സഭയ്ക്കുള്ള 1-ാം ലേഖനത്തിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 1-ാം തിരുവചനത്തില് പൗലോസ് ഇങ്ങനെ എഴുതുന്നത് നമുക്കറിയാമല്ലോ. നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സഹോദരനെ പറ്റി പരാതി ഉണ്ടാകുമ്പോൾ അവൻ വിശുദ്ധരെ സമീപിക്കുന്നതിന് പകരം നീതിരഹിതരായ വിജാതിയുടെ പക്കൽ പോകുന്നുവോ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പൊ ആ ആരംഭ പരാമർശനം കണ്ടോ? നിങ്ങളിൽ ആർക്കെങ്കിലും സഹോദരനെ പറ്റി പരാതി ഉണ്ടാകുമ്പോൾ, വാസ്തവത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ, അനുദിനം എന്നല്ല അനുനിമിഷം എന്ന പോലെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് നമ്മുടെ കൂടെയുള്ള ചുറ്റുമുള്ള ഇടപെടുന്ന വ്യക്തികളെ കുറിച്ച് പരാതി ഉണ്ടാവുക. നമ്മുടെ പ്രതീക്ഷയ്ക്കൊപ്പം ആൾക്കാർ വരുന്നില്ല, ആകുന്നില്ല, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നവർ സംസാരിക്കുന്നു, പെരുമാറുന്നു, അപ്പം അറിഞ്ഞുകൊണ്ട് നമുക്കെതിരെ അവർ പ്രവർത്തിക്കുന്നു, നീങ്ങുന്നു. അങ്ങനെ ഒരുപാട് തിന്മയുടെ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അറിവില്ലായ്മയുടെ, ഇല്ലായ്മയുടെ, അശ്രദ്ധയുടെ സാഹചര്യങ്ങളൊക്കെ പരാതിയുടെ ഒരു അനുഭവം നമുക്ക് കൊണ്ട് തരുന്നുണ്ട്. പരാതി ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേ അധ്യായം തന്നെ 7-ാമത്തെ ഭാഗത്തിൽ ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്. പരാതി ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ അത് വ്യവഹാരമായിട്ട് മാറുക എന്ന് പറയുന്നത് പരാജയമാണ്. എന്നാണ് വ്യവഹാരം? കേസ് നമ്മളൊരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ ക്ഷമിക്കുകയല്ല. ഇതിന് ഞാൻ പ്രതിവിധി ഉണ്ടാക്കിയിട്ടേ അടങ്ങുള്ളൂ, അവരെ കൊണ്ട് മര്യാദ പഠിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ, അവരെ നന്നാക്കിയിട്ടേ അടങ്ങുള്ളൂ, അല്ലെ എനിക്കിതിൻ്റെ പരിഹാരം ഉണ്ടാക്കി തന്നേ അടങ്ങുള്ളൂ. അതാണ് കേസ് കെട്ട്, വ്യവഹാരം ഉണ്ടാകുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഞാൻ ക്ഷമിക്കുന്നില്ല, ഞാൻ കണക്ക് ചോദിക്കുകയാണ്. മറ്റൊരു ഗ്രീഷ പറയുന്നവർ തൊണ്ടയ്ക്ക് ഞെക്കി പിടിച്ചുകൊണ്ട് എനിക്ക് തരാനുള്ള എന്ന് പറയുന്ന ഭൃത്തിനെ കുറിച്ച് മത്തായി 18 ഗ്രീഷ പറയുന്നില്ലേ, സഹസേവകന് 100 ദിനാറയ്ക്ക് കണക്ക് ചോദിക്കുന്നു. അപ്പോൾ നിലപാടെടുക്കുകയാണ്. ആ നിലപാടിൻ്റെ അടിസ്ഥാനം എന്താണ്? ക്ഷമിക്കായികയാണ്. ഇവിടെ വ്യവഹാരം ഉണ്ടാകുന്നതിന് പരാജയമാണെന്ന് പറഞ്ഞ ഗ്രീഷ പറയുകയാണ്, എന്തുകൊണ്ട് ദ്രോഹം നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ, വഞ്ചന സഹിച്ചുകൂടാ? ദ്രോഹം നിങ്ങളോട് അവർ ചെയ്യുന്നു, വഞ്ചന നിങ്ങളോട് ചെയ്യുന്നു. ഇതാണല്ലോ നിങ്ങൾക്ക് പരാതി ഉണ്ടാകുന്ന കാര്യം. അത് എന്തുകൊണ്ട് ക്ഷമിച്ചുകൂടാ, സഹിച്ചുകൂടാ എന്ന് ചോദിക്കുകയാണ്. ഇത് അപ്പോസ്തലൻ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കണം. നമ്മൾ കണ്ടു, സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള നമ്മുടെ പ്രാർത്ഥനയുടെ മുഴുവൻ മാനദണ്ഡമായിട്ട് അമരം വെച്ചിരിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്ത് ഈ ഒരു കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ ക്ഷമ പ്രാപിക്കുന്നതിൻ്റെ പ്രാർത്ഥന നമുക്ക് കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഇനി പക്ഷെ നമ്മൾ ക്ഷമിക്കപ്പെടുന്നതിൻ്റെ വ്യവസ്ഥയെ പറ്റി ചിന്തിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ വീട് ആവർത്തിച്ച് തിരിച്ചും മറിച്ചും പലതും ശ്രദ്ധിക്കുകയുണ്ടായി. ഈ ഒരു കാര്യം വളരെ ഗൗരവമായതുകൊണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ ഒരുമിച്ചായിരിക്കണം, അകൽച്ചയുടെ വെറുപ്പിൻ്റെ അവസ്ഥയിലേക്ക് പോകരുത് എന്ന് ഈശോ ആവർത്തിച്ച് പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും.
മത്തായി സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. നിന്ദിക്കുക എന്ന് പറയുന്നത് പരിഹാസം, അകൽച്ച, കൊല്ലരുത് എന്നുള്ള പ്രമാണത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഈശോ മത്തായി 5:21 വരെ വാക്യങ്ങളിൽ പഠിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് ഭോഷ, വിഡ്ഢി എന്നിങ്ങനെ വിളിച്ചാൽ പോലും നരകാഗ്നിക്കിരയാകും. വിഡ്ഢി നിന്നയുടെ വാക്ക, ഭോഷ, പൊട്ട, മണ്ട, അങ്ങനെയുള്ളൊരു മനോഭാവത്തോടെ നമ്മളൊരു വ്യക്തിയെ പറ്റി ചിന്തിക്കുകയോ അത് വെച്ച് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യുമ്പം അത് നരകത്തിലേക്ക് കൊണ്ടുപോകും. സാത്താൻ്റെ പ്രവൃത്തിയാണ്, കൊലപാതക തുല്യമാണെന്ന് പറയുകയാണ്. അപ്പോൾ അതിനെ ഇവിടെ പറയുന്നത് 18-19 10-ാം വാക്യവും ചെറിയവൽ ആരും നിന്ദിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുക. എന്നിട്ട് 14-ാം വാക്യം, ഈ ചെറിയവൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. ആ പിതാവിൻ്റെ മക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടാൻ പാടില്ല. ഏത് ഒരു നിസ്സാര വ്യക്തി പോലും നശിച്ചു പോകാൻ. അതുകൊണ്ട് എന്താ, നിന്ദിക്കരുത് കുറവും പോരായ്മയും കാണുമ്പോൾ. ഇതിനിടയ്ക്കാണ് ചോദിച്ചാൽ അവിടെ മത്തായി രേഖപ്പെടുത്തുന്നത് 100 ആടുണ്ടായിരിക്കും, ഒന്ന് കാണാതെ പോയാൽ അതിൻ്റെ പുറകെ പോകുന്ന ഇടയനെ കുറിച്ച് പറയുകയാണ്. അതുപോലെ ആയിരിക്കണം നിങ്ങളെന്ന് പറയുന്നു. എന്നിട്ട് വീണ്ടും 15-ാമത്തെ വാക്യത്തിൽ, സഹോദരൻ തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യണം? നീ അവന് തനിച്ചായിരിക്കും ചെന്ന് ബോധ്യപ്പെടുത്തണം. കുറ്റപ്പെടുത്തരുത്, ബോധ്യപ്പെടുത്തി കൂടെ ചേർക്കാനായിട്ട് നോക്കുക. അവൻ വഴങ്ങുന്നില്ല, 2 പേരെ സാക്ഷിയുടെ കൂട്ടിക്കൊണ്ട് പോവുക, നോക്കുക. അവൻ വഴങ്ങുന്നില്ലേ, സഭയോട് പറഞ്ഞ് നോക്കുക. എന്നിട്ടും വഴങ്ങുന്നില്ലെങ്കിലോ, വിജാതിരെ പോലെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷം പ്രസംഗിക്കാനുള്ള ദൗത്യമാണ് നിശ്ചയിപ്പിക്കുന്നത്. ചില സുവിശേഷത്തിൻ്റെ ബാലപാഠങ്ങൾ പോലും അറിയില്ലാത്ത ഒരു വ്യക്തിയാണ് അത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ തുടങ്ങി ആരംഭിക്കുക. ഉപേക്ഷിക്കാനല്ല അതിനർത്ഥം, അങ്ങനെ ആരംഭിക്കാൻ പറയുകയാണ്. എന്നിട്ട് വീണ്ടും അതേ വചനഭാഗങ്ങൾ വായിച്ചു വരുമ്പോൾ കാണാം 19-20 വാക്യങ്ങൾ, ഭൂമിയിൽ 2 പേർ യോജിച്ച് ഒതുക്കുന്ന ഏത് കാര്യം സ്വർഗസ്ഥനായ പിതാവ് ചെയ്തു തരും. എന്നാൽ 2-3 ഒരുമിച്ചായിരിക്കും ആ കൂട്ടത്തിൽ, എൻ്റെ ഒരുമിച്ചായിരിക്കും, ഞാൻ അവിടെ ഉണ്ടാവും. ഇങ്ങനെ പറഞ്ഞ് ക്ഷമിച്ച് കുറവുകളും പോരായ്മകളും ഉള്ളവരെ, ചെറിയവരെ ഒക്കെ ആണെങ്കിൽ പോലും ക്ഷമിച്ച് ചേർത്ത് നിർത്തി കൊണ്ടുപോകുന്നതിന് പ്രാധാന്യം ഈശോ ഇങ്ങനെ പഠിപ്പിക്കുമ്പോഴാണ് മത്തായി സുവിശേഷകൻ ഒരു സംശയം ചോദിക്കുന്നത്, എത്ര പ്രാവശ്യം ഇങ്ങനെ ചേർത്ത് പിടിക്കണം, ക്ഷമിക്കണം? 7 പ്രാവശ്യം മതിയോ? അതിന് മറുപടി ഈശോ പറഞ്ഞത് നമുക്കറിയാം, 7-70 എന്ന് വെച്ചാൽ കൃത്യം കണക്ക് കൂട്ടിയ 490 പ്രാവശ്യം ഒരു ദിവസം ഒരു വ്യക്തി നമുക്ക് തെറ്റ് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് പശ്ചാത്തപിച്ച് വന്നാൽ ക്ഷമിക്കണം എന്നാണ്. തുടർന്ന് ഈശോ നിർദ്ദയനായ ഭൃത്യൻ്റെ ഉപമ പറയുകയാണ്. നമുക്ക് ഉപമ അറിയാമല്ലോ. രാജാവ് കണക്ക് തീർക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ 10,000 താലന്തുള്ളവരെ പിടിച്ചുകൊണ്ട് വന്നു. അവനെ കടം വീട്ടാൻ ആവശ്യപ്പെട്ട് അവൻ കെഞ്ചി യാചിച്ചു. അപ്പോൾ അവൻ്റെ കെഞ്ചൽ കണ്ടിട്ട്, ദയനീയാവസ്ഥ കണ്ടിട്ട് രാജാവ് മുഴുവൻ അടച്ചു കൊടുത്തു എന്ന് പറഞ്ഞു വിട്ടയച്ചു. ആ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കൂട്ടുകാരനെ കണ്ടു. ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച പോലെ 100 ദിനാറ കടം വീട്ടാനുണ്ട്. അത് തരാൻ ആവശ്യപ്പെട്ട് അവൻ കെഞ്ചി പറഞ്ഞ് സാവകാശം തരണം, അത് പറ്റുകയെന്ന് പറഞ്ഞ് തൊണ്ടയ്ക്ക് ഞെക്കിപ്പിടിച്ച കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ട് ഇപ്പം തന്നെ തരാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് അവനെ പിടിച്ച് ജയിലിലേക്ക് ഇട്ടു. ഇത് മറ്റ് ഭൃത്യർ അറിഞ്ഞപ്പോൾ പോയി രാജാവിനെ വിവരം അറിയിച്ചു. രാജാവ് ഈ ആദ്യത്തെ ഭൃത്യരെ തിരിച്ചു വിളിപ്പിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? രാജാവ് പറയുന്ന വാക്കുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 33-ാം വാക്യം, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണ് അപേക്ഷിച്ചത് കൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ അടച്ചു തന്നു. ഞാൻ നിന്നോട് കരുണ കാണിച്ച പോലെ നീയും നിന്റെ സഹസേവയുടെ കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? അവിടെ എന്ത് ചെയ്യുന്നു? യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നവരെ അവനെ കാരാഗ്രഹ അധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പം ഞാൻ കരുണ കാണിച്ചതുപോലെ നീ കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ എന്നാണ് യജമാൻ ചോദിക്കുന്നത്. ഇങ്ങനെ ഉപമ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈശോ ചിലപ്പോഴൊക്കെ ഈശോ ഉപമകൾ കഴിയുമ്പം കേൾക്കാൻ ചെവിയുള്ള കേൾക്കേണ്ടത് പറഞ്ഞ് പോകാറുണ്ട്. പക്ഷെ ഇവിടെ ഈശോ പോവുകയല്ല, വീണ്ടും അതിൻ്റെ ഗുണപാഠം എടുത്തു പറയുകയാണ്. സാധാരണ ഈശോ ചെയ്യുന്നതല്ല അങ്ങനെ. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും എന്ന് പറയുമ്പോൾ ഏതുപോലെ തന്നെ പ്രവർത്തിക്കും എന്നാണ്. നിങ്ങൾ പിതാവിൻ്റെ പക്കൽ പശ്ചാത്തപിച്ച് ക്ഷമിക്കണേ എന്ന് പറയുമ്പം പിതാവ് ക്ഷമിക്കും. എപ്പോൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ക്ഷമിക്കും, കാര്യങ്ങളെല്ലാം അടച്ചു തരും. പക്ഷേ സഹോദരൻ നിങ്ങൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവം തന്ന ഇളവ് ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങളെ വീണ്ടും ജയിലിലേക്കിടും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കിക്കണം. ദൈവം അങ്ങനെ ക്യാൻസൽ ചെയ്തിട്ട് ക്ഷമിക്കാതെ ശിക്ഷിക്കും എന്നല്ല അതിൻ്റെ ആഴപ്പെട്ട അർത്ഥം. നമ്മൾ കണ്ട് ദൈവം ഒരിക്കലും ശിക്ഷിക്കുന്നില്ല. ഇതാണ് ശിക്ഷാവിധി. നമ്മൾ തന്നെ ചെന്നുപെടുന്ന ദയനീയ അവസ്ഥയാണ് ശിക്ഷ. നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്.
പക്ഷെ ഇതിപ്പോൾ ഈ നമുക്ക് സാധാരണക്കാർക്കുള്ള സാധാരണ പങ്കുവെക്കുന്ന ഭാഷയിൽ ഈ കാര്യം പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ആഴങ്ങളിലേക്ക് ഇറങ്ങേണ്ടത് ഈശോപ്പുറത്ത് പഠിപ്പിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണല്ലോ. അതിൻ്റെ അർത്ഥം ഇതെന്താണ്? ദൈവത്തിൻ്റെ പക്കൽ നമ്മൾ പശ്ചാത്തപിച്ച് മാപ്പ് ചോദിക്കുമ്പോൾ കിട്ടുന്ന പാപമോചന അനുഭവം നമ്മൾ ക്ഷമിക്കുന്നില്ല, നമുക്ക് നഷ്ടമായി പോകും. ഇങ്ങനെ ചിന്തിക്കുമ്പം ഇതിൻ്റെ ഒരു ഗൗരവമുള്ള ചിന്ത നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. നമുക്ക് ദൈവം എപ്പോഴാണ് നമ്മൾ കെഞ്ചി ചോദിച്ചിട്ട് പാപമോചനം തരുന്നത്? ഈ 10,000 താലന്ത് കടമുള്ളവന് ഇളച്ചു കൊടുത്തു രാജാവിൻ്റെ പക്കൽ അവൻ കെഞ്ചിയപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇത് നമുക്കറിയാം. ഇത് രാജാവിൻ്റെ ഏതെങ്കിലും രാജാവിൻ്റെ ഭൃത്യൻ്റെ കാര്യമോ സേവകൻ്റെ കാര്യമോ താലന്ത് കടത്തിൻ്റെ വീട്ടിൻ്റെ കാര്യമൊന്നുമല്ല, ഇത് നമ്മുടെ കാര്യമാണ്. കാരണം നമ്മൾ ക്ഷമിക്കുന്നതിനെ കുറിച്ചാണല്ലോ ആരംഭത്തിലും അവസാനത്തിലും അതാണ് ഈശോ പറയുന്നത്. എത്ര ക്ഷമിക്കണം? 10 ദിവസം ചോദ്യം, ഈശോ മറുപടി. എന്നിട്ടും തൃപ്തിയാകാതെയാണ് ഈശോ യുവം പറയുന്നത്. അതിന് അവസാനം പിന്നെയും പറയുകയാണ്, നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിക്കുക, അല്ലെങ്കിൽ സ്വർഗസ്വനായ പിതാവ് നിങ്ങൾ ഇതുതന്നെ പ്രവർത്തിക്കും. അപ്പം നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് എങ്ങനെയാണിത്? ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു? നമുക്ക് എപ്പോഴാണ് ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ഇളവ് കിട്ടുന്നത്? കുമ്പസാരത്തിലല്ലേ. അതിനെന്ത് നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുന്നത് കുമ്പസാരക്കൂട്ടിനാണ്. അപ്പോൾ കുമ്പസാരക്കൂട്ട് നമ്മൾ ഏറ്റുപറയുന്ന പാപങ്ങൾ എത്ര ഭീകരം, എത്ര ഗൗരവം, എത്ര കൂടി, എത്ര എണ്ണം എല്ലാം ഉണ്ടായാലും ഏറ്റുപറയുന്ന പാപങ്ങളെല്ലാം അവിടെ ആ വൈദികനിലൂടെ ദൈവം ക്ഷമിച്ച് നമ്മളെ സമാധാനത്തിൽ പറഞ്ഞയക്കുകയാണ്. അതാണ് ഈ 10,000 താലന്ത് നിറച്ച് കിട്ടുന്ന ഭൃത്യൻ്റെ അനുഭവം. പക്ഷെ അങ്ങനെ നമ്മൾ ക്ഷമിച്ച് പുറത്തേക്ക് ഉപസർഗം ഇറങ്ങി വരുമ്പം നമ്മുടെ സമൂഹത്തിലുള്ള, കുടുംബത്തിലുള്ള, അയൽപക്കത്തുള്ള ആരുടെയെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ കണ്ടിട്ട് അത് നമ്മൾ ക്ഷമിക്കുകയില്ലാത്തൊരു മനോഭാവത്തോടെ അതേക്കുറിച്ച് ശാഠ്യമെടുത്തും കാർക്കശ്യമെടുത്തും അതൃപ്തിയെടുത്തും കുത്തുവാക്ക് പറഞ്ഞ് മുറുമുറുപ്പെടുത്തും മുഖം വേർപ്പിച്ചും അങ്ങനെ പെരുമാറുമ്പം അതാണ് തൊണ്ടയ്ക്ക് ഞെക്കി പിടിക്കുക, കഴുത്ത് പിടിച്ച് ഞെരിക്കുക എന്നൊക്കെ പറയുന്നത്. അങ്ങനെ പെരുമാറുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമുക്ക് കുമ്പസാരത്തിൽ കിട്ടിയ ഇളവ് ക്യാൻസറാകുന്നു. കുമ്പസാരം ക്യാൻസറാകുന്ന ഒരു അപകടാവസ്ഥ എത്രയോ ഭീകരമാണ്. ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈശോ ഉപയോഗിച്ചിരിക്കുന്നത് 10,000 താലന്ത് 100 ധനാറ. അതിൻ്റെ അന്തരം കൂടെ ശ്രദ്ധിക്കണം. 10,000-ൻ്റെ 100-1 100. ആ അന്തരം തന്നെ ഭീകരമാണ്. 100 ഇരട്ടിയാണ് ആദ്യം അടച്ചു കിട്ടിയത്. ആ ഒന്നിനു വേണ്ടിയിട്ട് ശാഠ്യം പിടിച്ചപ്പം ആ 100 ഇരട്ടി അളവ് ക്യാൻസലായിപ്പോയി. വീണ്ടും 10,000 എന്ന് പറയുന്നത് മാത്രമല്ല, താലന്ത് എന്ന് പറയുന്നതിൻ്റെയും വീണ്ടും താലന്ത് എന്ന് പറയുന്നതിൻ്റെ ധനാറ എന്ന് പറയുന്നതിൻ്റെ അന്തരം എന്താണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? POC ബൈബിളിൻ്റെ അവസാന ഭാഗത്ത് 3 അനുബന്ധങ്ങളുണ്ട്. രണ്ടാമത്തെ അനുബന്ധം അളവുകൾ, തൂക്കങ്ങൾ എന്നുള്ളതാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട്, പണ്ടത്തെ കാലത്ത് സ്വർണം, വെള്ളി, ചെമ്പ് മുതലായ ലോഹങ്ങൾ കൊണ്ടാണ് നാണയം ഉണ്ടാക്കിയത്. തൂക്കം വെച്ച് അതിൻ്റെ മൂല്യം ഉണ്ടായിരുന്നത്. എന്നിട്ട് പറയുകയാണ്, സാധാരണ വെള്ളി കൊണ്ടാണ് സാധാരണ നാണയങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ ധനാറ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം വെള്ളിയാണെന്നും താലന്ത് എന്ന് പറയുന്നത് എന്തുമാത്രം വെള്ളിയാണെന്നും പറയുന്നുണ്ട്. ധനാറയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 5.7 ഗ്രാം വെള്ളി എന്ന് വെച്ചാൽ 100 ധനാറ എന്ന് വെച്ചാൽ 570 ഗ്രാം വെള്ളി. അര കിലോ 70 ഗ്രാം, അത്രയാണ് 100 ധനാറ. അന്നത്തെ ഒരു ദിവസത്തെ ഒരു മനുഷ്യൻ്റെ പണിക്കൂലിയാണ് 1 ധനാറ. നമ്മുടെ ഇന്നത്തെ 1000 രൂപ പോലെയാണ്. അപ്പോൾ 100 ധനാറ എന്ന് വെച്ച് കഴിഞ്ഞാൽ അര കിലോ വെള്ളിയുടെ മൂല്യം അന്ന് വരുന്നുള്ളൂ. എന്നാൽ താലന്ത് എന്ന് പറഞ്ഞിരിക്കുന്നതോ ഒരു താലന്ത് 34.272 കിലോ വെള്ളിയാണ്. കിലോ. അപ്പോൾ 10,000 താലന്തോ 3,41,720 കിലോ വെള്ളിയാണ്. 342 ടൺ വെള്ളിയാണ്. 10 ടൺ കിടന്ന ലോറിയെ നമ്മൾ ഭവനെ കണ്ടാൽ 34 ലോറി നിരത്തിയിട്ട് ഫുൾ ലോഡ് കെട്ടിയിരിക്കുന്നു വെള്ളി. അതിന് മാത്രമാണ് ഈ ഒരു ദിവസത്തെ പണിക്കൂലി 1 ധനാറ എന്ന് പറയുന്ന 5 ഗ്രാം വെള്ളി. അത്രയും മാത്രം വേതനമുള്ള ഒരു കാലഘട്ടത്തിൽ ഇത്രയും വലിയ കടം എങ്ങനെ വരുത്താനായിട്ട് പറ്റും? 100 ദിവസം അധ്വാനത്തിൻ്റെ ഫലമാണ് അര കിലോ വെള്ളി ഏകദേശം. 300 അല്ലെ 365 400 ദിവസത്തെ പണിക്കൂലി മുഴുവനും സമാഹരിച്ചാൽ 2 കിലോ വെള്ളി കിട്ടുള്ളൂ. അപ്പോൾ ഒരു താലന്ത് ആകണമെങ്കിൽ എത്ര വർഷത്തെ പണി വേണം? ഒരു 17 വർഷത്തെ പണിക്കൂലി അതേപടി ശേഖരിച്ച് വെച്ചാൽ 1 താലന്ത് കിട്ടുള്ളൂ. 17 × 3 കൂട്ടിക്കൂ, 51 വർഷം. 51 വർഷങ്ങൾ നിരന്തരം ജോലി ചെയ്താലാണ് ഒരു 3 താലന്ത് കിട്ടുക. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് 10,000 താലന്ത് കടമുണ്ടാക്കാൻ പറ്റുക?
ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ദൈവം അറിഞ്ഞുകൊണ്ട് ഇതുപോലെ ഭീമമായ ഒരു തുക ഈ രാജാവ് ആദ്യം അടച്ചു കൊടുക്കുന്നതായിട്ട് പറഞ്ഞിട്ട് സഹഭൃത്യൻ്റെ ഈ നിസ്സാരമായ തുക അടച്ചു കൊടുക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് നമുക്ക് അടുത്ത ശിക്ഷ അല്പം കൂടെ ആഴമായിട്ട് ചിന്തിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.